ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുനാഥൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ധ്യാനിക്കുന്ന പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ നാം. നോമ്പിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന ശീർഷകത്തോടു കൂടിയ വചനഭാഗം. അതേ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നത്. മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രയാസമുള്ള വചനം. എന്നാൽ നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ്കയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഭൂമിയിൽ ക്രിസ്തുവിന് സാക്ഷിയാകാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. സാക്ഷിയായി നിൽക്കുന്നവന് ദൈവം പ്രതികൂല സാഹചര്യങ്ങൾ തരും. അവർക്ക് ചുറ്റും അവരെ ദ്രോഹിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും മനസ്സിലാക്കാത്തവരും ഒക്കെയുണ്ടാകും. ഈ അവസരത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ നാം ദൈവമക്കളായിത്തീരും. യേശുനാഥൻ നമുക്കെല്ലാവർക്കും ഒരു ക്ഷണം നൽകുകയാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും നമ്മെ ദ്രോഹിച്ചവരെ സ്നേഹിക്കാനും അവർക്ക് നന്മ ചെയ്യാനും അങ്ങനെ വിശുദ്ധിയിൽ വളരാനും ശ്രമിക്കാം. നമുക്ക് കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. അങ്ങനെ സ്വയം തിരുത്തുവാനും വിട്ടുകൊടുക്കുവാനും നവീകരിക്കാനും പരിശ്രമിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹായുടെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സൃഷ്ടിയാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.